ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയൊരു ദിവസമാണ് ഈ ദുരന്തത്തിൻ്റെ ഇടയിൽ. സന്തോഷം എന്ന് പറയുന്നത്, ഇന്നലെ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, കേരളത്തിലുള്ള എല്ലാ എയ്ഡഡ് സ്കൂൾസിലെ അധ്യാപക നിയമനം PSCക്ക് വിടണമെന്നും, അതല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു റിക്രൂട്ടിംഗ് ബോർഡ് കൊണ്ടുവരണമെന്നും. അത് കണ്ടപ്പോഴേ എല്ലാവരും വിറച്ച്. എന്നുവെച്ചാൽ ഇതിന് മുമ്പ് 14ാം യുവജനക്ഷേമകാര്യ സമിതി റിപ്പോർട്ട്, യുവജനക്ഷേമകാര്യ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭാ സമിതി റിപ്പോർട്ട്, അതും സർക്കാരിൻ്റെ കയ്യിലുണ്ട്, ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ. അതും അതിന് പൂഴ്ത്തിവെച്ചിരിക്കുക. ഇതും അദ്ദേഹം പൂഴ്ത്തിവെക്കും. എന്നിട്ട് പറയും എല്ലാവരും കാതലാണ്, കരുതലാണ്, എല്ലാവരും ഒരുപോലെ നോക്കുമെന്നൊക്കെ. ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു പട്ടാപ്പകൽ കൊള്ളയാണ്. ലജ്ജിച്ച് നമ്മളെല്ലാവരും തല താഴ്ത്തണം. സംഘടിത ശക്തികൾ കഴിഞ്ഞ 1959-60 തൊട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന ഈ എയ്ഡഡ് മേഖല എന്നുവെച്ചാൽ NSS, SNDP, MES, പിന്നെ ക്രിസ്ത്യൻ വിഭാഗം, അവരെല്ലാവരും കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലയാണ്. ശമ്പളം മൊത്തം, അധ്യാപകർക്കുള്ള ശമ്പളം മൊത്തം കേരള സർക്കാർ കൊടുക്കണം, നമ്മളെ ടാക്സ് പേഴ്സിൻ്റെ പൈസ. അവർ നിയമിക്കുന്നതിന് യാതൊരു മാനദണ്ഡവും ഇല്ല. ആ സ്കൂളിലെ മാനേജർ വിചാരിച്ചു കഴിഞ്ഞാൽ അവന് 40 ലക്ഷം 50 ലക്ഷം ചോദിക്കുന്ന കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവനവിടെ അധ്യാപക നിയമനമായി. പിന്നെ ബാക്കിയുള്ള എല്ലാ ഫോർമാലിറ്റീസ് അത് നമുക്കറിയാം. അപ്പോൾ ഇത് PSCക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ട് 2018 WPC നമ്പർ 41-271 വേണമെങ്കിൽ എഴുതിയെടുത്തോ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. WPC നമ്പർ 41-271/2018 ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് കാണാം. അത് വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആർട്ടിക്കിൾ നമ്പർ 14 ഞാൻ എംഫസൈസ് ചെയ്ത് മൊത്തം. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ആൻഡ് ഹൗ ക്യാൻ വി പീപ്പിൾ വിതൗട്ട് മണി ബി ഡിസ്ക്രിമിനേറ്റഡ് ഫ്രം എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ? ദാറ്റ് ടു ദ സാലറി ഈസ് ബീങ് പെയ്ഡ് ഫ്രം ദ എക്സ്ചക്കർ. സോ ദേ കനോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ബിക്കോസ് ഭരണഘടന തന്നെ പറയുന്ന എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണെന്ന്. അപ്പോൾ പൈസ ഉള്ളവർ മാത്രം ഏത് സ്കൂളിൻ്റെ അധ്യാപകനാവോ അല്ലാതെ അനധ്യാപകനാവോ, പൈസ ഇല്ലാത്തവൻ റോഡിൽ നിൽക്കുക. ഇതായിരുന്നു എൻ്റെ കേസ്. ഇത് ന്യായമല്ല, നീതിയല്ല, ഇൻജസ്റ്റിസാണ്, ഇത് ഗ്രേവ് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ആണെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി പോയത്. അന്ന് മണിക്കുമാർ പിന്നെ ആയിരുന്നു ചീഫ് ജസ്റ്റിസ്. പുള്ളിക്കാരൻ ആദ്യമേ ഇതിലുള്ളപ്പായിരുന്നു. എന്നെക്കൊണ്ട് സംസാരിച്ച പാർട്ടി പേഴ്സണായിട്ടാണ് ഞാൻ എല്ലാ കേസിലും അപ്പിയർ ചെയ്തത്. ഇതിൽ ഞാൻ പാർട്ടി പേഴ്സണായിരുന്നു. എന്നെക്കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. സർക്കാർ പറയുന്നത് ഞാൻ എന്തിനു വാതിറക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന് ഉടനെ യൂറ്റൽ നമ്മൾ സർക്കാരിനെ കൊണ്ട് പറയിച്ചു. എനിക്ക് അപ്പോഴേ മനസ്സിലായി. പിന്നെ വന്ന് ഞാൻ കേസ് കൊടുക്കാതായി. ഇദ്ദേഹത്തിൻ്റെ ഇതിൽ പോണവരെ കേസ് കൊടുക്കുന്നത് ഈ പൊതു താല്പര്യം 12 കേസുകൾ അതിന് മുമ്പ് ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു ദിവസം പുള്ളി ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഞാനില്ലാത്ത ദിവസം എന്ന് വെച്ചാൽ ഞാൻ പാർട്ടി പേഴ്സണാണ്, ഞാൻ കൊല്ലത്തുള്ള എറണാകുളത്താണ് ഹൈക്കോടതി. അപ്പം തലേന്ന് രാത്രി 8 മണിക്ക് ഈ ലിസ്റ്റ് വരുത്തുള്ളൂ, പിറ്റേന്നുള്ള കേസുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ദിവസം നമ്മൾ വിട്ടുപോകും, ചിലപ്പോൾ നോക്കാതിരിക്കുക. അന്ന് ഞാൻ ഇങ്ങനെ വിട്ടുപോയപ്പോഴത്തേക്ക് ഇവർ വിളിച്ച് ആ തക്കം നോക്കി പുള്ളി എന്തായത്, പുള്ളി നേരെ അങ്ങ് പാർട്ടി ഇൻ പേഴ്സൺ ആബ്സെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അങ്ങ് തള്ളി. കേസ് തള്ളാൻ കാരണം ഈ പിണറായി വിജയൻ്റെ സർക്കാർ, പിണറായി വിജയൻ്റെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയാണ് ഞാൻ അതിനകത്ത് ഇതാക്കിയത്, ഒരു റെസ്പോണ്ടൻ്റ് ആക്കിയത്. അങ്ങനെ ഒരു മുസ്ലിമാണ്, ഇപ്പോഴും അങ്ങനെ സർവീസിലുണ്ട്. പുള്ളി കള്ള അഫിഡവിറ്റ് അടിച്ചു കൊടുത്തു. എന്തുവാ കള്ള അഫിഡവിറ്റ്? നാട്ടിൽ നടക്കുന്നതിന് ബദലായി. എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, എല്ലാം സുതാര്യമായിട്ടാണ് നടക്കുന്നത്, ഒരു കോഴയും ആരും വാങ്ങിക്കുന്നില്ല, എല്ലാം ക്ലീനായിട്ടാണ് നടക്കുന്നത്. ഒരു കള്ള അഫിഡവിറ്റ് അടിച്ചു കൊടുത്തു. ഇതാ അഫിഡവിറ്റ്.
ഈ അഫിഡവിറ്റ് അടിച്ചു കൊടുത്തിട്ട് ഈ സ്വകാര്യ ഈ എയ്ഡഡ് സ്കൂൾസിൻ്റെ മാനേജർമാരുടെ കോളേജുകൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു. ഷാജഹാൻ എന്നാണ് അങ്ങനെ പേര്. ഷാജഹാൻ, സൺ ഓഫ് അബ്ദുൾ റസാഖ്, ഏജ് 58 years, റിസൈഡിങ് അറ്റ് തിരുവനന്തപുരം, ഡു ഹിയർ ബൈ സോളംലി അഫർം ആൻഡ് സ്റ്റേറ്റസ് ഫോളോസ്. എന്തോ സ്റ്റേറ്റസ് ഫോളോസ് പറഞ്ഞിരിക്കുന്നത് മൊത്തം കള്ള എഴുതി കൊടുത്തു. ഈ കള്ള എഴുതി കൊടുത്തിട്ട് പറഞ്ഞ് ആരും ഒരു പൈസ വാങ്ങിക്കുന്നില്ല, എല്ലാം ഭയങ്കര സുതാര്യമായിട്ടാണ് നടക്കുന്നത്, മറ്റാൾ ഞാൻ പറയുന്നില്ല കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കു വേണ്ടി അങ്ങനെ എഴുതി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഡിസെൻഡ് ചെയ്യണം, അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റത്തില്ല നാട്ടിൽ. അപ്പം ഇവിടെ പൈസ കൊടുക്കാതെ ഒരാൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഈ കേരളത്തിൽ ഒരാൾക്ക് അഡ്മിഷൻ കിട്ടുമോ? സ്വന്തക്കാരാണെന്ന് പോലും പറഞ്ഞാലും അവർ പൈസ വാങ്ങിച്ചിട്ടേ അവർ കയറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെ ഒരു നാണം കെട്ട രീതിയിൽ ഇല്ലാത്ത രീതിയിൽ നടക്കുന്നൊരു സംവിധാനത്തിന് അനുകൂലിച്ചുകൊണ്ട് ഈ ഷാജഹാൻ എന്ന് പറയുന്ന ആൾ അന്ന് അഫിഡവിറ്റ് കൊടുത്തപ്പം അതും കൂടെ അവർ എഴുതുക എന്നുള്ള നിലയിൽ ഈ മണികുമാർ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഞാനില്ലാത്തൊരു ദിവസം നോക്കി ഇതങ്ങ് അബ്സെൻറ്റ് ചെയ്തു. ഇതിനകത്ത് ഒന്നും കാണുന്നില്ല, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും എഴുതിയില്ല, റീസണൊന്നും എഴുതാതെ അങ്ങനെ ഒരു പില്ലൊക്കെ അങ്ങനെ ക്യാൻസൽ ചെയ്യാനൊന്നും ഡിസ്മിസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നോക്കി എന്താ എഴുതിയിരിക്കുന്നത്. Such being the legal position, prayer sought for are misconceived and cannot be granted. തീർന്നു. പെറ്റീഷൻ ഡിസ്മിസ്. അതും ഞാനില്ലാത്തൊരു ദിവസം നോക്കി. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്കല്ല, ജനങ്ങൾക്കെതിരെയാണ്. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 14 ഒരു ക്ലിയർ വയലേഷനാണ്. അപ്പോൾ ആർട്ടിക്കിൾ ഭരണഘടനാ ലംഘനമാണ് നടക്കുന്നത്. അതിന് സർക്കാർ കൂട്ടു നിൽക്കുന്നു. ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് ഭരണത്തിൽ കയറുന്ന മന്ത്രിയാണ് മുഖ്യമന്ത്രി, ഇല്ലേ? ആ മുഖ്യമന്ത്രി അറിയാതെ ഇതുവരെ നടക്കത്തില്ല. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. അതിന് ഇപ്പം ഞാൻ കൊടുത്ത കേസിന് സപ്പോർട്ടീവായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഖാദർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നലെ അങ്ങനെ കൊടുത്തല്ലോ. എന്നിട്ട് ഇന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്ന് നിന്നുണ്ട് എന്തോ പറയുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റത്തില്ല. ഈ MES അബ്ദുൽ ഗഫൂർ 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണല്ലോ. അയാൾ കൈക്കൂലി വാങ്ങിച്ചില്ലേ അയാൾ കോളേജിൽ ഇത് കയറ്റുന്നത്? അദ്ദേഹത്തിൻ്റെ വാപ്പ വലിയൊരു മനുഷ്യനല്ലായിരുന്നു. MES കെട്ടിപ്പടുത്ത അയാളല്ലേ. അയാൾ ഇന്നലെ വന്നിരുന്നോണ്ട് നാളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിടാൻ തയ്യാറാണെന്ന്. ഈ SNDPയിലെ നമ്പർ 1 ഈ വെള്ളാപ്പള്ളി. വല്ലപ്പോഴുമൊക്കെ ഇന്നാളൊക്കെ ഏഷ്യാനെറ്റിൽ പറഞ്ഞ് ഞങ്ങൾ വിടാൻ ബാക്കിയുള്ളവർ വിടാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചു. എന്തേ ആരൊന്നും അനങ്ങാത്ത ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട്? എന്തേ കോൺഗ്രസ് അനങ്ങാത്ത? എന്തേ BJP അനങ്ങാത്ത? ഈ നാട്ടിലൊരു വലിയ നീറുന്ന പ്രശ്നമല്ലേ ഇത്? എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്ത ഗേറ്റിന് വെളി നിൽക്കുക, 100% വാങ്ങിച്ചു വരുന്ന പിള്ളേർക്ക് നിയമനം കൊടുക്കത്തില്ല. 35 മാർക്ക് മേടിച്ചുകൊണ്ട് വരുന്നതിന് 50 ലക്ഷം 60 ലക്ഷം കോടികൾ കൊടുത്താൽ നിയമനം കൊടുക്കും. ഈ ഏത് ലോകത്ത് നടക്കും ഇത്? അത് മൊത്തം പൈസ നമ്മളാണ് കൊടുക്കുന്നത്, മൊത്തം പൈസ. 1 രൂപ പോലും അവരെ കയ്യിൽ നിന്ന് കൊടുക്കുന്നില്ല ഈ സാറന്മാർക്ക്. നമ്മളെ കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ മുഖ്യ ഭാഗവും പോകുന്നത് ഈ ശമ്പളവും, ഈ സർക്കാർ ശമ്പളവും, പിന്നെ ഈ എയ്ഡഡ് സ്കൂൾസ് ഏറ്റവും കൂടുതൽ സ്കൂൾസ് കോളേജ് ഉണ്ടല്ലോ, ഈ സ്കൂൾസിലേക്കാണ് ഈ ശമ്പളം മൊത്തവും ഈ പൈസ മൊത്തവും പോകുന്നത്. എന്നിട്ട് അതൊക്കെ നമ്മൾ ബെയർ ചെയ്തിട്ട് ഇവർ കാശില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുകൂടാതെ 14 യുവജനക്ഷേമകാര്യ സമിതി റിപ്പോർട്ട്, അത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം വെച്ച ഒരു നിയമസഭാ സമിതിയാണ്. അതിൻ്റെ രാജേഷ് MLA ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ MLA ആണ് അതിൻ്റെ ചെയർമാൻ. പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് നടക്കുന്ന കൊള്ളയാണ്, ഈ കൊള്ള അവസാനിപ്പിക്കണം, മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുക. ഇതെല്ലാം അദ്ദേഹം പൂട്ടി വെച്ച് വലിയ മാന്യം നടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഒരു സന്തോഷം വരുമ്പം ആരെങ്കിലുമൊക്കെ ഇത് ഷെയർ ചെയ്യും. കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല, BJP മിണ്ടുന്നില്ല, ബാക്കിയുള്ളവരാരും മിണ്ടുന്നില്ല. എല്ലാവർക്കും പേടിയാണ്. ഇവർ തുമ്മിയത്തിരിക്കുന്ന മൂക്കാണെങ്കിൽ പൊട്ടെന്ന് വെക്കണമെന്ന്. അങ്ങനെയല്ലേ നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ നേടിയെടുത്തത്? അങ്ങനെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങളും ഈ റിനോവേഷൻ റിഫോർമേഷനും ഒക്കെ ഈ രാജ്യത്ത് നടക്കുന്നത്? എന്തിൻ്റെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പടുക്കുന്നത്? ഇങ്ങനെയുള്ള അനീതി നടക്കുന്ന ഈ നാട്ടിൽ
ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. അതിന് കോൺഗ്രസ്, ഞാൻ പറയുന്നത് കോൺഗ്രസ് തന്നെ മുന്നിട്ടിറങ്ങണം. ആരെ പേടിക്കുന്ന? കെ സുധാകരൻ മുമ്പിൽ വന്നിട്ട് പറയണം ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്ത എന്താണ് അതിനുള്ള പ്രശ്നം? പിന്നെ എന്തിനാ ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇങ്ങനെ ഈ കമ്മീഷനുകൾ വെക്കുന്നത്? സോ ഇറ്റ് ഇസ് ഹൈ ടൈം. ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന്?